പിണ്ണാക്കിന്റെ കൂടെ ഇളം ചൂടുള്ള തേങ്ങാ പിണ്ണാക്കിന്റെ കൂടെ ലേശം വെല്ലവും കൂടി കൂട്ടിയാല് നിങ്ങളെ ഒരു മുട്ടായി വെക്കൂലായിരുന്നു. അത്ര രസകരമായ ഞാളെ പണി ആൾക്കാരിട്ട് തേങ്ങാ പിണ്ണാക്ക് വാങ്ങാനാണ്. പിന്നെ നമുക്ക് തേങ്ങാ പിണ്ണാക്കൂല്ല, ചക്കൂല്ല, നമ്മളെ പ്രദേശത്തില്ല. തേങ്ങാ പിണ്ണാക്ക് പീടിയെന്ന് നമ്മളെ എക്സ്പില്ലറിലാട്ടിയിട്ടുള്ള ചക്ക പിണ്ണാക്കാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. വലിയ യന്ത്രമുണ്ട്, എക്സ്പില്ലർ എന്ന് പറയുന്ന യന്ത്രം. ആ യന്ത്രത്തിൽ തേങ്ങ പിണ്ണാക്കിന് ഏറ്റവും രുചിയുണ്ടാവും. ആ ചക്കിലിട്ട് ആട്ടിയിട്ടുള്ള പിണ്ണാക്ക് തവരയിലിട്ടാലുണ്ട്. തവര തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കാണുന്നില്ല. പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് പഴയ കാലത്ത് തവര. നമ്മളെ വീട്ടുമുറ്റിന് പറമ്പിലൊക്കെ പൊടിക്കുന്ന തവര തങ്കത്തിന്റെ അംശമുള്ള സാധനമാണ് ഈ തവര എന്ന് പറയുന്നത്. ആ തവരയില് ഈ പോലെ പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയില്ല. ആ നിലക്കുള്ള ചക്കും ആട്ടുന്ന സമ്പ്രദായവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് എടുത്തുപോയി. പഴയ ചില കുടുംബങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുമ്പോഴാണ് ഞാനത് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ. നിങ്ങൾ AKGയെ പറ്റി കേട്ടിട്ടുണ്ടോ? AKG ഇന്ത്യയിലെ ഒരു മഹാനായ നേതാവായിരുന്നു. AKG കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. AKG എന്ന് പറയുന്നത്. ആ AKG നിന്നിട്ടുള്ളൊരു വീടാണ് നമ്മൾ ഈ പറമ്പ്, നെല്ലൂർ പറമ്പിൽ. പല പ്രാവശ്യം AKG ഇവിടെ വരികയുണ്ടായിരുന്നു. ശ്രീധരന്റെയും ഗോപാലന്റെയും ചായ വാങ്ങി കുടിച്ച ആളാണ് AKG. AKG പല പ്രാവശ്യം വന്ന പ്രദേശമാണ്. ഞാൻ പറഞ്ഞു ശ്രീധരന്റെ അതുപോലെ ഗോപാലന്റെ ചായ വാങ്ങിക്കുടിച്ച ആളാണ് സഖാവ് AKG. ഇന്ത്യൻ പാർലമെന്റിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവായിരുന്നു സഖാവ് AKG. ഒരൊറ്റ പ്രസംഗം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ടാണ്. നമ്മുടെ നാട്ടുകാരൻ പെരളശ്ശേരിക്കാരൻ, കണ്ണൂരിന്റെ അടുത്തുള്ള പെരളശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ വീട്. ഇന്ത്യയിൽ ആദരിക്കപ്പെടുന്ന ഒരു നേതാവാണ്, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അയാൾ പല പ്രാവശ്യവും വന്ന ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റിസ് VR കൃഷ്ണയെ പറ്റി കേട്ടിട്ടുണ്ടോ? ജസ്റ്റിസ് VR കൃഷ്ണൻ ഇന്ത്യയിലെ ഏറ്റവും പ്രബല ന്യായാധിപനാണ് VR കൃഷ്ണൻ. ആ VR കൃഷ്ണനും കൂടി വന്നൊരു പ്രദേശമാണ് ഈ പ്രദേശം. അപ്പൊ നമ്മുടെ പ്രദേശത്തിന്റെ പൈതൃകവും ചരിത്രവും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ പറയുന്നത് വലിയ വലിയ ഉന്നതന്മാരായിട്ടുള്ള ഒട്ടേറെ ആളുകൾ വന്ന് പ്രദേശമാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോര്, ആ പോരിലൊക്കെ പങ്കാളികളായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞുംപേട്ടൻ ആ പോരിലൊക്കെ പങ്കാളിയായിട്ടുള്ള ആളാണ്. വമ്പിച്ച പോരാളിയാണ് കുഞ്ഞുംപേട്ടൻ. നിങ്ങൾ ഇപ്പോൾ സാധുവായിട്ട് കുത്തിരിക്കുന്നത് നോക്കണ്ട. വമ്പിച്ച പോരാളിയാണ് ഒരു കാലഘട്ടത്തിൽ. കുഞ്ഞുംപേട്ടൻ ഒരു നല്ലൊരു വടിയെടുത്തങ്ങ് ഇറങ്ങിയാൽ, ഒരു കൊടുവാളെടുത്തങ്ങ് ഇറങ്ങിയാൽ നൂറുകണക്കിന് ആളുകൾ കുഞ്ഞുംപേട്ടന്റെ പിന്നാലെ ഉണ്ടാവും. ഇപ്പൊ നമ്മളെ നെയ്യേക്ക് നടക്കാൻ കഴിയുന്നില്ല. കുഞ്ഞിരാമൻ നമ്മുടെ പോരാളിയാണ്. കുഞ്ഞിരാമൻ, കോട്ടാവിന്റെ അവിടെ കുഞ്ഞിരാമൻ പഴയ കാലത്ത്. ഇപ്പൊ മഹാസാധുവല്ലേ, നിങ്ങൾ ആരും എടുക്കണ്ട. വലിയ പോരാളിയാണ്. പഴയ കാലത്ത് വലിയ പോര് നടത്തിയിട്ടുള്ള ആളുകളാണ് അവർ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്കിവിടെ നിൽക്കാൻ വേണ്ടിയുള്ള, സ്വതന്ത്രമായി ശ്വസിക്കാൻ വേണ്ടിയുള്ള വമ്പിച്ച പോരാട്ടം. നമ്മുടെ മണ്ണ് നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. ഈ പാനൂർ മേഖല എന്ന് പറയുന്നത് വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രദേശം. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ചരിത്രവും പൈതൃകവും ഇനിയും അങ്ങോട്ട് നിങ്ങൾ പഠിക്കണം. ഇനിയും കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സമയം അതിക്രമിച്ചുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഒരു ദിവസമോ 2 ദിവസമോ പറഞ്ഞാൽ തീരില്ല നമ്മുടെ പ്രദേശത്തിന്റെ പോരാട്ടത്തിന്റെ, നമ്മുടെ പൈതൃകത്തിന്റെ കഥ. അതുകൊണ്ട് ഇനിയും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനിയും ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. പല കാര്യങ്ങളും നമുക്ക്